ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ചാനലിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, കോയിൻ ഫോർജ് എന്നുള്ളൊരു പ്രൊജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതേ പ്രൊജക്റ്റിൻ്റെ തന്നെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണിത്. കാരണം ഒരുപാട് പേര് മുൻപത്തെ വീഡിയോ കണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് എല്ലാവരും പഴയ വീഡിയോ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്ന് തോന്നുന്നു. അതായത് പലർക്കും വന്നിട്ടുണ്ടായിരുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ കേട്ടറിവ് വെച്ചിട്ടാണ് പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് കോയിൻ ഫോർജും ഇതുവരെ മാർക്കറ്റിൽ ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്, അതേപോലെ തന്നെ എന്തുകൊണ്ടത് മുന്നോട്ട് പോകുമെന്ന് 100% ഗ്യാരണ്ടിയോട് കൂടി ഞാൻ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടത് പറ്റും, താങ്കൾക്കത് പേഴ്സണൽ ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയായിരുന്നു. 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. കാരണം പ്രൊജക്റ്റ് അങ്ങനത്തെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആ പ്രൊജക്റ്റ് ഡെവലപ്പ് ആകുന്ന രീതി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതി നമുക്കൊരു ഡിസ്കഷനിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറയുന്നത് അതാണ്, നല്ലൊരു പ്രൊജക്റ്റാണ്, ആരും മിസ് ചെയ്യരുത്. കാരണം ഞാൻ പോലും ഇതുപോലെയുള്ള 2 പ്രൊജക്റ്റുകൾ മിസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം ഇതാണ്, അതായത് അവനവനോട് അതുപോലെ തന്നെ സ്വന്തം ഫാമിലിയോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആരും കോയിൻ ഫോർജ് എന്ന ഈ ഒരു പ്രൊജക്റ്റ് വിട്ട് കളയില്ല, പ്രൊജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു മുൻവിധിയോ അല്ലെങ്കിൽ മുൻധാരണ കൂടാതെ, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളൊരു ചൊല്ലാണ്, നാട്ടിൽ നമ്മൾ പല പ്രൊജക്റ്റുകൾ വരുമ്പോഴും കേട്ടിട്ടുള്ളൊരു ചൊല്ലാണ്, ഇത് കുറച്ച് നാളുണ്ടാവും, ഒരു 5-6 മാസം അല്ലെങ്കിൽ 2-3 മാസം ഈ പ്രൊജക്റ്റ് റണ്ണാവും, അവരുടെ കയ്യിൽ കുറച്ച് ഫണ്ട് വരുന്ന സമയത്ത് അവർ ആ ഫണ്ടും കൊണ്ട് മുങ്ങും എന്നുള്ളതൊരു നാടൻ ശൈലിയിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടത് ആ ഒരു സംഗതി ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി വേണ്ടത്. ഒന്നാമത്തെ ക്ലാരിറ്റി വേണ്ടത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഡൗട്ടിന് ഒരു സൊല്യൂഷൻ വേണ്ടത് അതാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഒരാളുടെയും ഫണ്ട് കളക്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നില്ല. എന്നാലാണല്ലോ അവർക്കത് കുറച്ച് നാൾ കൂടുമ്പോൾ ഒരു വലിയൊരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് മുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരുപാട് പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വന്നിട്ട് എക്സ്പീരിയൻസ് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ക്രിപ്റ്റോ കറൻസി ഡെവലപ്പ് ചെയ്യുകയാണ്, ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികൾ ഫണ്ട് കളക്ട് ചെയ്തിട്ട് കോയിൻ ലിസ്റ്റ് ചെയ്യുകയോ ഡെവലപ്പ് ചെയ്യുകയോ ഒന്നുമില്ലാതെ മാർക്കറ്റിൽ നിന്ന് വാനിഷായി പോയിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഫണ്ട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എല്ലാവർക്കും വേണമായിരുന്നു. അതും എനിക്കും തരാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് എംപവർ അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ മുകളിലായിട്ട് സ്മാർട്ട് കോൺട്രാക്റ്റ് മേഖലയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഏത് പ്രൊജക്റ്റ് അവർ കയ്യിൽ കിട്ടുന്നതും വളരെ വലിയ രീതിയിൽ വളരെ വൻ വിജയങ്ങളാക്കി മാറ്റിയുള്ളൊരു അക്കാദമിയാണ്. വളരെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നോളജ് ഷെയറിങ്ങും ഒരു പേഴ്സണൽ അതേപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാനൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടാൻ വൈകിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്ന ആളാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരുപാട് പേര് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടാത്തതിൻ്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പല സമയങ്ങളിലും ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടും ആ കമ്മ്യൂണിറ്റി ഭാഗമാകാതെ മാറി നിന്നവരുണ്ടാകാം. അങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാകാം. എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആൾ ഞാനാണ്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമായിരുന്നു എന്നാണോ എനിക്ക് എംപവർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ അവർ ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 5 വർഷം മുൻപ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ കൂടെ അന്ന് ചേർന്നിരുന്നുവെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർത്തുകൊണ്ട് അവരെ വളരെ സേഫായിട്ടുള്ളൊരു വളരെ വലിയൊരു ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈലിലേക്ക് പോലെ എൻ്റെ ഫാമിലി എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു.
അതാണ് ചിലർ പറയും അല്ല അതിനും അതിൻ്റേതായ സമയമുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവ് എന്നാണോ വരുന്നത് അന്നാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ലൈഫിൽ സക്സസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു മടിയും കൂടാതെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ക്രിപ്റ്റോ കറൻസി, സ്മാർട്ട് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങൾ ഇതിനെ പറ്റിയുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചറിവ് വരാനായിട്ട് കുറച്ച് വൈകിപ്പോയി. സോ ആ തിരിച്ചറിവ് വന്നു. ആ തിരിച്ചറിവ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഇന്ന് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരോടും ഇപ്പം എൻ്റെ കൂടെ ഈ ഒരു പ്രൊജക്റ്റിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ബ്രാൻഡഡ് ഒരു ഷർട്ടും പാൻറ്റ് അല്ലെങ്കിൽ ഒരു സാരി വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിന് പോലും നമുക്ക് കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാം. നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടും, പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. പ്രൊജക്റ്റ് എന്താണെന്ന് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, പ്രൊജക്റ്റ് എന്താണെന്ന് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ വലിയ സക്സസ്സിലേക്ക് ഓടിക്കയറാനായിട്ട് സാധിക്കും. ഞാനിതൊരു മോട്ടിവേഷനായിട്ട് പറയുന്നതല്ല, റിയാലിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊരു ഒരിക്കലും ഒരു ഫേക്ക് മോട്ടിവേഷനായിട്ട് കാണേണ്ട കാര്യമില്ല, റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തിരിച്ച് കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യുക. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്വന്തം ഫാമിലി, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യം അതാണ്, ഫാമിലിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ വിട്ട് കളയരുത്. ഓക്കെ, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.